ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ ഒരു പുഞ്ചിരി മുഖത്ത്, എന്താ ഒരു പുഞ്ചിരി. അപ്പൊ ഗൈസ്, ഇന്നലെ നമ്മൾ എവിടെ ഇരുന്നു സേർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ നേരത്തെ നമ്മൾ ട്രെയിൻ കയറി രാത്രി 12:30 ഇറങ്ങുമ്പത്തിനും വഴുകി. അപ്പൊ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോഴത്തേനും 12:30 മണിയായില്ലേ. നമ്മൾ കുടിയിലെത്തി 12:30 മണിയായി. കടക്കുമ്പത്തിനൊക്കെ 1 മണിയായി. അപ്പൊ നമ്മൾ വീഡിയോ ഒന്നും വന്ന് അങ്ങനെ പോയി കടന്ന്. ഇപ്പൊ രാവിലെ എണീറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കഴിച്ചു. നോഫൽ ജിമ്മിൽ പോയി. നിജാസും ചക്കരയും കിടക്കുകയാണ്. ഇവിടെ വന്ന് നോക്കുമ്പോ ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് കടന്നോടത്ത് ഇങ്ങോട്ട് മഴ, പെരും മഴ. മഴ നാട്ടിൽ വന്ന് മഴ കാണുന്ന ഒരു പൂണ്ടിയായിരുന്നു. മഴ ഇവിടെ കണ്ടാൽ ആസ്വദിച്ചു. ഇപ്പൊ കുറച്ചു നേരം 5 മിനിറ്റ് മഴ പെയ്യും, 5 മിനിറ്റ് പെയ്യില്ല. ഈ ജോലിക്ക് പോണവർക്കും എവിടെ ക്ലാസ്സിന് പോണവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ മഴയത്ത് പോകാൻ പറ്റില്ലല്ലോ. ആ ഒരു 10 മണി, ഒരു 9 to 10 മണി വരെ ഗ്യാപ്പ്. അത് കഴിഞ്ഞാൽ മഴ പെയ്യും. അത് കഴിഞ്ഞാൽ എല്ലാരും പോയി കഴിയുമല്ലോ. അപ്പൊ അങ്ങനെയാണ് മഴ. നമുക്ക് അവിടെ മഴ ഇല്ല ഗൈസ്. നമുക്ക് നേരെ ഓരോ തുള്ളി ഇട്ടിട്ട് പോകുന്നു. അപ്പോ നമ്മൾ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയും നമ്മൾ എന്തിനാണ് വന്നത് എന്ന്. ഓൾറെഡി എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. നമ്മൾ വന്നു മൗലൂദാണ്. മൗലൂദിന് കൂടാൻ വേണ്ടിട്ട്. പിന്നെ എല്ലാവരും ഒരുമിച്ച് കിട്ടണമല്ലോ. എല്ലാവർക്കും എല്ലാവരുടെ സമയം നോക്കണം. പിന്നെ ഒരാൾ വരും, ഒരാൾ വരില്ല, അങ്ങനെ വേണ്ടായിട്ടാണ് നമുക്ക് സ്കൂളിന്റെ ഇതിന്റെയൊക്കെ സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ നമ്മള് കുടിയിലുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോ നമ്മുടെ അലിയും അമ്പൂട്ടനും ഇല്ല. അവരൊക്കെ കൊല്ലത്തുനിന്നിട്ട് പനി പിടിച്ചു പോയി. ഇതേപോലെ എനിക്കും പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും കുറച്ച് സമാധാനം ഉണ്ട്. കഫക്കെട്ടും പനിയാണ്. ഇവിടെ വന്നപ്പോ എനിക്ക് പേടിയാവാൻ തുടങ്ങി. മഴ. ഞാൻ 4 ദിവസം നല്ല ഇടങ്ങാറിയിരിക്കണം. സൂചി വെച്ച് എന്റെ ബട്ടക്സിൽ സ്ഥലമുണ്ട്. എന്റെ കയ്യില സത്യം 2 ഇടുപ്പില് എനിക്ക് സ്ഥലമല്ല. എത്രണ്ണം? 4 എണ്ണം കുത്തിയിട്ടാണ്. 4-മത്തെ അല്ലേ? മൂന്നാമത്തെ ആണോ? മൂന്നാമത്തെ കുത്തിയപ്പോഴാണ് സമാധാനമായിരിക്കുന്ന മരുന്നും ഇതൊക്കെ. എന്നാലും ആ ഒരു കഫക്കെട്ടിന്റെ ഇതുണ്ട്. ഇപ്പൊ ഈ തണുപ്പത്ത് കൂടെ ഒന്നും കൂടി നടക്കുമ്പോ ഒന്നും കൂടി അധികം. ഇപ്പൊ നമുക്ക് ഗുളിക മരുന്നൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കുടിക്കണം. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവും. പിന്നെ ഉമ്മ അവിടെ കിച്ചണിൽ ഓരോന്ന് കട്ടീനൊക്കെ ഉണ്ട്. അപ്പൊ എന്നെയും കൊണ്ട് വലിയ പണിക്കൊന്നും വയ്യെങ്കിൽ കൂടെ പണിയണമെങ്കിൽ ചെറിയ പണിയൊക്കെ നമുക്ക് പോയിട്ട് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പൊ എല്ലാവരും നേരം പോവാം. ഗ്യാസിന് എത്ര മാണ്ടത് മിയാസിനെ കൊല്ലത്തുനിന്ന് മിയാസിന്റെ പിന്നാലെ നടക്കന്നെ കാണുന്നോറും മിയാസിനെ മാന്തുക. നമ്മ ഊരിൽ ഞാൻ വാങ്ങൂല പയറ്. ഇത് നീട്ടന്മാർക്ക് 50 കിലോനോ. ഇതണ്ടമ്മ വേറെ. ഇത് വള്ളിപ്പയർ. ഇതിന് വേറെ പയറ് വരില്ല, പച്ചക്കളറിന് കുറ്റിപ്പയറോ. കുറ്റിപ്പയറത് ബീൻസിന്റെ മാതിരി നീളത്തിൽ വരില്ലേ? ഈ കളറിലല്ല, ഇതിന് വേറെ കളർ വരും. കണപ്പൊ പന്നേക്കും. കണ രാവിലെ നീച്ച് പൂച്ചട പിന്നാലെ നടക്കും കൊറേ. അതിന്റെ രോഗം പള്ളിയിൽ പോയ വയറുവേനക്കൂട്ടോ. ഞങ്ങളെത്ര ഓടിച്ചുള്ള നേരത്തെ എന്നെ വരുന്നേ. ഇവിടെ ഇവിടെ ഇങ്ങനെ മുട്ടതി മിയാസിന്റെ യോഗ മാട്ടൊക്കെ ഓട്ടാക്കിട്ടുണ്ട്. പുതിയ യോഗ ചെയ്യണവരുണ്ടാവില്ലേ, അതൊക്കെ ഓട്ടാക്കിട്ടുണ്ട് പുതിയത്. കാലുകൊണ്ട് മാന്തിട്ട്. എനിക്കും ഈ കത്തിക്കും ദൂരം. ഞാൻ എന്താട്ടെന്ന് അറിയോ, നമ്മളെ മിക്സി ഇല്ലേ, മിക്സിയുടെ പെരിയ ബ്ലേഡ് ഇല്ലേ, അതിന് പോട്ടാ ചെറിയ ബീൻസ് മാതിരി വരും. കേരളക്കാർക്ക് ഇങ്ങനെയുള്ള ക്രിക്കറ്റ് പാപ്പാണ്. ഇത് എത്ര കൊല്ലത്തിലല്ലേ? 5 കൊല്ലം കൂടുമ്പോ. வருஷம் இருக்கு. அதையும் நாங்களாம் பார்க்க மாட்டோம். ഈ കളി കൊല്ലല്ലോ. ഇതാ ക്രിക്കറ്റ് മാസം ഇത് ഓരോ കളി. അമേരിക്ക, ബ്രസീല് വേൾഡ് കപ്പ് ഉറപ്പാണ്. അത് വേറെ. അത് IPL തന്നെ. അതില്ലേ ഞാനെല്ലാം പാത്തിട്ടുണ്ട്.
ഞാൻ ആരുമല്ല, എനിക്ക് കളിയെ അറിയില്ല, കളിയൊക്കെ മറന്നോളേ. ആദ്യമൊക്കെ കണ്ടിരുന്നു. ആദ്യം അർജന്റീന ആയിരുന്നു. അർജന്റീന പറഞ്ഞാൽ വെള്ളക്കുപ്പായില്ല, വെള്ള ജേഴ്സിയോ. யாருக்கு தெரியும்? മെസ്സി. மெஸ்ஸியா? മെസ്സി போய் சாப்பிட பாருங்க. അദ്ദേഹം മെസ്സിയാ. അമ്പുവോ ബലാല് ബലാലു പൊട്ടിയിലപ്പോ ബലാല്. അപ്പൊ എന്റെ അടുത്ത് സീനിന്റെ അടുത്ത് ആരുടെ പറ്റി നോക്കണോ? എനിക്കും സീനിക്കും മാത്രം കുടിച്ചിട്ടുള്ളൂ. ആ വന്ന് ഉടനെ കിട്ടിയത് സീനുവിനെ, ഇവിടെ എത്തിയത് സീനുവിനെ, എനിക്ക് അവിടെ എത്തിയത് എനിക്ക് കിട്ടി. ഈ കത്തിയുടെ മുമ്പെവിടെ അപ്പൊ നമ്മൾ പോകുമ്പോ ഞാൻ വന്നിട്ട് എത്ര ആയിട്ടുണ്ടാവും? ലാസ്റ്റ് ഇപ്പൊ വന്ന നിയാസിന്റെ എടുക്കാം. നിയാസിന്റെ ഒരു പണി 2 വർഷം വെച്ചാ. அப்போ உங்க அம்மா ஊருக்கு போச்சு. അത് കഴിഞ്ഞിട്ടല്ലേ ഒന്ന് அதுக்கப்புறம் அதுக்கு முன்னாடி தான் வந்தோம். அதுக்கப்புறம் அங்க அதான் 6 മാസം വെച്ചാ. மிச்சமா இருக்கும். ഞാൻ വന്നിട്ട് ഒരു 5-8 മാസമായി. നമ്മളെ വെക്കേഷൻ സമയത്ത് ഞാൻ വന്നില്ലേ, ഭയങ്കര വെക്കേഷൻ സമയത്ത് വന്നൊരു 10 ദിവസം ഡയറക്റ്റ് അപ്പ് ഇടാന്നൊക്കെ വിചാരിച്ചാണ് നടന്നില്ല. എന്തായാലും 10 ദിവസം സ്കൂളൊക്കെ ലീവ് വരുള്ളൂ. അപ്പൊ എന്തായാലും 10 ദിവസം വന്ന് റെസ്റ്റ് എടുത്തിരിക്കണം. നമ്മൾ അന്ന് എന്താ വരാത്ത വെച്ചാല്, നമ്മളന്ന് ജിമ്മൊക്കെ പോണായിരുന്നു കൊണ്ട് നമ്മുടെ ഡയറ്റ് കറക്റ്റ് ഫോളോ ചെയ്യണം. നമ്മൾ ആ വെയിറ്റ് ലോസിൽ ഇരുന്നായിരുന്നു കൊണ്ടാണ് നമ്മൾ അന്ന് വരാതിരുന്നത്. ഒരുപാട് പേര് ചോദിക്കണ്ടായിരുന്നു സോഫിയുടെ ഹസ്ബൻഡ് എങ്ങനെ തടി കുറച്ചു. നമ്മൾ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഇടുന്നതാണ്. നമ്മൾ 3 മാസം 4 മാസം അല്ല 4 മാസം കഠിന അധ്വാനം കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം. ഞാൻ മാക്സിമം എനിക്ക് ഓരോരുത്തർക്കും ഓരോരോ ഏജിക്ക് അനുസരിച്ച മാതിരി വെയിറ്റ് ലോസ് ഉണ്ട്. ഹൈറ്റിക്ക് ഒരുമാതിരി വെയിറ്റ് ലോസ് ഉണ്ട്. ഞാൻ എന്റെ വെയിറ്റ് ലോസ് ഞാന് എനിക്കൊരു 10 കിലോ എന്റെ ഏജിക്ക് ഞാനൊരു 10 കിലോ കുറക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 മാസം കൊണ്ട് ഞാനൊരു എത്ര കിലോ 7 കിലോ കുറച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയും കുറക്കണം എന്നാണ് എന്റെ തീരുമാനം. പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്നെ കണ്ടാണ് ശരീരം ഫുള്ളും കുറയും. നമ്മുടെ സൈസ്, നമ്മുടെ ഡ്രസ്സിന്റെ സൈസ് എനിക്ക് ഡിഫറൻസ് ആയി. അതുപോലെ നമ്മുടെ ഫാറ്റ് ലോസ്, നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ലോസ് ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആയിട്ടുണ്ട്. അപ്പൊ ജിമ്മിന് പോകണം കൊണ്ട് അതൊരു ഉപകാരമുണ്ട്. പിന്നെ നമ്മൾ കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്ത് വേണം, ഡയറ്റ് വേണം. അതുപോലെ ഷുഗർ കട്ട് വേണം. മെയിൻ അതാണ്. നമ്മൾ അതൊന്നും തൊട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടോളം എനിക്ക് ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ലീവിന് വരാതിരുന്നത്. പിന്നെ ഞാൻ പോകുമ്പോ ഇവിടെ കുറെ കാട് പിടിച്ച ചെടികളായിരുന്നു. അതൊക്കെ കുറെ മാറ്റിയിട്ട് ഇപ്പൊ അങ്ങനത്തെ അപ്പുറത്ത് ഓപ്പോസിറ്റിലുള്ള കുട്ടികളെ നല്ലതാണുണ്ട്. അവിടെ ബിൽഡിങ് ചെയ്യുന്ന നല്ലതാണ്. മറ്റേ ചെടി വരുമ്പോ ഇതൊന്നും കോളം ഉണ്ടായിരുന്നില്ലേ, അവിടെ പെരും മഴ വരെ പെരും മഴ വരും. നിങ്ങളൊക്കെ അവിടെ മഴ ഉണ്ടാവും വിചാരിക്കുമ്പോ നാട്ടിലെല്ലായിടത്തും നമുക്കിവിടെ പെരുമഴയാണ്. എനിക്കിപ്പോ ബോറടിക്കാണ്. ആരില്ല എനിക്ക് അലേഹും അമ്പുട്ടനും ഇല്ലായിട്ട് ഭയങ്കര ബോറടിയാണ്. അമ്പുട്ടനെ പറയാൻ പറ്റും, കാരണം സിറ്റുവേഷൻ അങ്ങനെയാണ്. മഴ ആയത് കാരണം കൊണ്ടാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനി വരുമ്പോ നമ്മൾ കൊല്ലത്ത് നിന്നിട്ട് അങ്ങനെ കണ്ടതാണ്. എന്നാലും അവന്റെ കളിയും ചെയ്ത് നമ്മളെ കണ്ണിൽ നിൽക്കും. അപ്പൊ ഇനിയും ലീവിന് വരുമ്പോ അവരെന്തായാലും ഇവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെടികൾ സമയത്തില്ല. ഇതാണ് വിഷച്ചെടികളുണ്ട്. இதுதான் பிச்சு பிச்சு வாயில போடுவான் பூட்டை. அங்கிருந்து வருவா, இங்க விடுவா, റബക്കാക്ക് പോടുവാ വായില്. അപ്പൊ മിയാസ് എവിടെ വെച്ചാൽ മിയാസിനും എണീറ്റിട്ടുള്ള മിയാസ് ഉറങ്ങട്ടെ. സ്കൂളില്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം. അപ്പൊ ഞാനിപ്പോ എനിക്ക് പനിയെ വേണ്ടിട്ട് ഉമ്മ കാലൊക്കെ ചെരുപ്പൊക്കെ ഊരി തന്നിട്ടുണ്ട്. ടൈപ്സ് വന്നിട്ട് അല്ലെങ്കിൽ പോകുമ്പോഴത്തേക്കും ഇനിയും പനി പിടിച്ചാൽ നമ്മൾ ഇടങ്ങാറാവും. അപ്പൊ നമ്മൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാനിപ്പോ ചെറുതായിട്ടുള്ള എന്നെ കൊണ്ടാവുന്ന കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് എല്ലാരും അറിയിച്ചു എന്നാണ്. നമ്മള് എല്ലാരും ചോദിക്കും നാട്ടിലെത്തിയ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ. അപ്പൊ നമ്മള് നാട്ടിലെത്തി ഇരിക്കുന്നുണ്ട്. സനാക്കുണ്ടല്ലോ, അലേഹല്ലെങ്കിൽ എന്താ സന, അലാനുണ്ട്. അലാനും പറ്റൂലേ? അലാനെ പറ്റേണ്ടല്ല. അലാനെ കുറച്ചേരം ഇമ്മീ ഇമ്മീ കൊണ്ട് നടക്കോളൂല്ലേ സന.
അതാണ് അനേക കുറച്ച് ഓടി കളിക്കുന്ന പ്രായമാകുമ്പോ അല്ലാതെ വലിയ സ്ഥലം ശരിയാ. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളെ നല്ല വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.